തോൽക്കാൻ മനസ്സിലാത്തവർക്കായി ചരിത്രം കാത്തുവെച്ച പേരാണ് ഡോക്ടർ CJ റോയ്. വെറുമൊരു ബിസിനസ്സുകാരനല്ല അദ്ദേഹം. കോൺഫിഡന്റ് എന്ന വാക്കിനെ സ്വന്തം മേൽവിലാസമാക്കി മാറ്റിയ ഒരു സാമ്രാജ്യത്വത്തിന്റെ നായകൻ. റിയൽ എസ്റ്റേറ്റ് ലോകത്തെ ആ വിസ്മയത്തെയും അദ്ദേഹം പടുത്തുയർത്തിയ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വിജയഗാഥ. ഉയർന്ന ശമ്പളം, ലോക പ്രശസ്തമായ HP കമ്പനിയിലെ മികച്ച ഉദ്യോഗം, ഓരോ 3 മാസത്തിലും ലഭിക്കുന്ന സാലറി ഹൈക്ക്, ഏതൊരാളും കൊതിക്കുന്ന സുരക്ഷിതമായ ജീവിതം. പക്ഷേ CJ റോയുടെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന സ്വപ്നം. ജോലിക്കിടയിലെ ഒഴിവു സമയങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് എന്ന വലിയ സാധ്യതയെ അദ്ദേഹം തൊട്ടറിഞ്ഞു. പക്ഷേ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു തിരിച്ചറിവായിരുന്നു. താൻ വിൽക്കാൻ വെച്ച 30 സെന്റ് ഭൂമി വാങ്ങാൻ വന്ന മലയാളി സഹോദരൻ. അഡ്വാൻസ് തുകയ്ക്ക് പകരം അദ്ദേഹം നീട്ടിയത് ഒരു ബാഗ് നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. തന്റെ ഭാര്യയുടെ താലിമാല വരെ ആ ബാഗിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം CJ റോയ് നടുങ്ങിപ്പോയി. മറ്റൊരാളുടെ ജീവിത സമ്പാദ്യം വെച്ച് ഒരു പാർട്ട് ടൈം ബിസിനസ് നടത്താൻ അദ്ദേഹത്തിന്റെ മനസാക്ഷി അനുവദിച്ചില്ല. അന്ന് ആ ഡീൽ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. കൂടെ ഒരു ദൃഢനിശ്ചയവും. ഇനി ഈ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ സമയമായിട്ടായിരിക്കും. 1997 ആ സുരക്ഷിതമായ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. പലരും കളിയാക്കി, പലരും തടഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ തണലായി ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2005 കോൺഫിഡന്റ് ഗ്രൂപ്പ് പിറന്നു. ആ പേരിൽ പോലും ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത. സിംഗപ്പൂരിലെ ഒരു വലിയ ആർക്കിടെക്റ്റിന് തന്റെ കമ്പനിയുടെ പേര് പറയാൻ പറ്റാത്തത്ര സങ്കീർണമായപ്പോൾ റോയ് തീരുമാനിച്ചു തന്റെ കമ്പനിയുടെ പേര് ലളിതമായിരിക്കണം, എന്നാൽ അത് കേൾക്കുന്നവരിൽ ആത്മവിശ്വാസം നിറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ആദരവോടെ ഉച്ചരിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേരുണ്ടായത്. ബാംഗ്ലൂരിൽ ലൈസൻസ് നിരോധനം വന്നപ്പോൾ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം തന്റെ കളം കേരളത്തിലേക്ക് മാറ്റി. കാക്കനാട്ടെ ചതുപ്പിൽ 100 ഫ്ളാറ്റുകൾ വിഭാവനം ചെയ്തു. പക്ഷേ ദുബായിൽ നടത്തിയ റോഡ് ഷോ വൻ പരാജയമായി. ഒരു ഫ്ളാറ്റ് പോലും വിറ്റുപോയില്ല. സാധാരണക്കാരൻ അവിടെ പിന്മാറും. എന്നാൽ CJ റോയ് ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം ആ പ്രോജക്റ്റ് 200 ഫ്ളാറ്റുകളാക്കി റീഡിസൈൻ ചെയ്തു. 100 വിൽക്കാൻ കഴിയാത്തവൻ 200 വിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ അമ്പരന്നു. പക്ഷെ റോയ്ക്ക് അറിയാമായിരുന്നു മാർക്കറ്റിന്റെ സ്പന്ദനം. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ 5 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് ചോദിച്ച ചാനലിന് മുന്നിൽ അദ്ദേഹം വെച്ചത് 40 ലക്ഷത്തിന്റെ ഫ്ളാറ്റ് എന്ന വമ്പൻ ഓഫർ. ആരാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് കേരളം ഒന്നടങ്കം ചോദിച്ചു. ആ പരസ്യതന്ത്രം ഫലിച്ചു. ദുബായിലെ അടുത്ത റോഡ് ഷോയിൽ 100 ഫ്ളാറ്റുകളും വിറ്റു തീർന്നു. ഒരു ബ്രാൻഡ് ജനിക്കുകയായിരുന്നു അവിടെ. ബിസിനസ് എന്നാൽ ലാഭം മാത്രമല്ല, ധാർമ്മികത കൂടിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മരടിലെ 30 ഏക്കർ പ്രോജക്റ്റ് 70 പേർ ബുക്ക് ചെയ്തിട്ടും നിയമപരമായ നൂലാമാലകൾ തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. അന്ന് ലാഭം നോക്കിയിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മരടിലെ ഫ്ളാറ്റുകൾ തകർന്നു വീണപ്പോൾ ആ കൂട്ടത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പും ഉണ്ടായേനെ. ആ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ നേരിട്ട ഒരു സംരംഭകന് പോലും നിയമ സംവിധാനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉദ്യോഗസ്ഥ വേട്ടയാടലുകളും എത്രത്തോളം ആഘാതമേൽപ്പിക്കാമെന്നതിന്റെ ദുരന്ത സാക്ഷ്യമായി അദ്ദേഹത്തിന്റെ മരണം മാറി. തന്റെ കരിയറിലുടനീളം ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരാൾക്ക് ആദായ നികുതി വകുപ്പ് പോലുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള അനാവശ്യമായ സമ്മർദ്ദങ്ങൾ താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന വലിയ പ്രസ്ഥാനം അദ്ദേഹം ഇന്നും ബാക്കി വെക്കുന്നുണ്ടെങ്കിലും ഒരു മികച്ച ബിസിനസ് മനസ്സിനെ ഇത്തരം സാഹചര്യങ്ങളിൽ തകർത്തെറിഞ്ഞു എന്നത് കേരളത്തിന്റെ സംരംഭക ലോകത്തിന് ഇന്നും ഒരു തീരാ നഷ്ടവും വലിയൊരു ചോദ്യചിഹ്നവുമാണ്.